മുട്ടനാടൻ പുഞ്ചായില്ലേ കോയിലാളെ പിന്നെ എന്താ ആ ഒരു സൂര്യന്റെ താഴെ ഒരു അറബിന്റെ പ്രൈവറ്റ് മ്യൂസിയം എന്ന് പറഞ്ഞാൽ അയാളുടെ സുഹൃത്തുക്കളുമായിട്ട് കൂടിയിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു മ്യൂസിയം. ആ മ്യൂസിയം കാണിച്ചു തരാം ഞങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമോൺ. ചെറിയ കൂജ, ഇത് വലിയ കൂജ, ഇത് മറ്റേ ഫർണസാണ്, മറ്റേ ഗ്യാസൊക്കെ ഉപയോഗിച്ച് മണ്ണെണ്ണൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഫർണസാണ്. ഇത് മന്തി കഴിക്കണ തളിക, ഇതൊക്കെ ഓരോ സാധനങ്ങൾ കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പോന്നാൽ കൊയ്തേ പറയും പക്ഷെ നോക്കിച്ച് ഇത് ഒന്നും എന്തോ ഇങ്ങനെ പോരും. ഓക്കെ കണ്ടോ, ആ മരാണത് പൊട്ടിപ്പൊളിഞ്ഞ് കാരണം ഇത് ഈ ചൂടിലുണ്ടാവുകയാണെങ്കിൽ ഇങ്ങനത്തെ മരങ്ങൾ അവിടെ പിടിക്കാം. പക്ഷെ നമ്മളവിടുത്തെ ബദാമുണ്ട്, അതിന് അത്തിയല്ല മറ്റേ സാധനമുണ്ട്. ഈ ഇതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താ ഇവിടെ കടകളൊക്കെ ഇങ്ങനെ ആയിരുന്നു അറിയിക്കാൻ വേണ്ടിട്ടേ ഇവിടുത്തെ ഒരു ഒരു മ്യൂസിയം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേരിൽ അറബിയിൽ ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി ഷോപ്പ് എന്നാണ് അർത്ഥം. അതിലെ പഴയ കാലഘട്ടത്തിലുള്ള നമ്മൾ ഉപയോഗിച്ചിരുന്ന TV, ആ പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഈ ടിവിന്റെ ഇത് ഏതാന്നൊക്കെ നിങ്ങൾ ചോദിക്കും. പിന്നെ ഇതിമ്മ കമ്പനി കാണാനല്ല കേട്ടോ, പക്ഷെ ഇതാണ് നമ്മളെ കണ്ടോ സാനിയോ എന്ന് പറഞ്ഞ TV. അത് ജനറലൊക്കെ പണ്ടൊക്കെ ഭയങ്കര ഫേമസ് ആട്ടോ. ഈ ജനറൽ അതും സാനിയോ ആണ്. അപ്പോൾ ഇത് കണ്ടോ അടിപൊളി ഒരു കടയാണ്. കണ്ടോ പണ്ടത്തെ കത്തികൾ, അത് ഈ നിലത്തിരുന്നിട്ട് ആൾക്കാർ ഈ ചെടിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിയിലുള്ള കളയൊക്കെ പറിച്ചാൽ ഉപയോഗിക്കുന്ന ഒരു തരം കത്തിയാണത്. പിന്നെ ഇങ്ങനെ പഴയ കാലത്തെ ഖുർആൻ വെക്കണ സ്റ്റാൻഡ് ഇതാ പഴയ കാലത്തെ. പിന്നെ കുറെ കാലത്തെ ഏതൊരു അറബിൻ്റെ കുട്ടീനെ കടത്തിനെ ഇത്. പിന്നെ ഒലക്കയും ഒലക്കയാണ് അറിയില്ല, ഒലക്ക. ഇതാണ് ഒലക്ക, ഇത് ഒലക്ക, ഇത് ഒരല്. പഴയ ആൾക്കാർക്ക് അറിയണ്ടാവില്ല, പഴയ ആൾക്കാർക്കല്ല, പുതിയ കുട്ടികൾക്ക് അറിയില്ല. ഇതാണ് ഒരല് എന്ന് പറയുന്നത്, ഒരല്. ഇതാണ് ഒലക്ക, മനസ്സിലായോ? ഇത് ഇമാറാത്ത് എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. കാരണം ഊര് എന്നൊക്കെ പറയുന്ന കാര്യം ഇമാറാത്ത്. ഇത് അന്നത്തെ മരം. പിന്നെ ഈ സാധനം എന്താണെന്നറിയോ, ഇത് നമ്മുടെ സാധനം മനസ്സിലായില്ല കേട്ടോ, ഞാൻ കരുതിയതല്ല. ഇത് പുല്ലുകൊണ്ട് മേഞ്ഞ ഒരു വീടാണ്. കരീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം എന്നറിയില്ല. ഇത് മരം വെച്ചിട്ട് അതിമ തേമ്പിയിട്ടുണ്ടാക്കിയ വീടാണ്. ഇത് ഹൈമ ദാൻ എന്ന് പറയുന്ന ഒരു സംഗതി കേട്ടോ. അങ്ങനെ ഭയങ്കര സെറ്റപ്പിൽ ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ ഈ വയനാട്ടിലൊക്കെ ഇത് എ ഹൗസ് എന്നൊക്കെയാണ് പറയാറുള്ളത്. ഇത് എ ഹൗസ് അല്ല, അങ്ങനൊരു സാധനം, ഇങ്ങനൊരു സാധനം. അതായത് നമ്മൾ വെച്ചുണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ കാണാൻ പറ്റുന്ന നമുക്ക് ഈത്തപ്പനയുടെ ഓലയും കാര്യങ്ങളും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുക. ഈത്തപ്പനയുടെ ഓല വെച്ചിട്ട്. ഇത് പഴയ കാലത്തെ ബൈത്തുർ റുഹ എന്ന് പറയുന്ന സംഗതി, അവിടെ ഇരിക്കാം. ഈ സംഗതി അരിയാട്ടുന്ന സാധനം. പണ്ടത്തെ ധാന്യപ്പുര അല്ലേ, മക്കാന് അൽയൻസ്, മക്കാൻ വലുൽ ഹബ്ബ് എന്ന് പറഞ്ഞാൽ ധാന്യപ്പുര പണ്ടത്തെ. ആയിക്കോട്ടെ. ഈ സാധനം എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇതിവിടെ നമ്മൾ ഇരുന്നിട്ട് ഈ സാധനം ഇങ്ങനെ കറക്കണം. ഇതിങ്ങനെ കറക്കുമ്പോൾ അതിങ്ങനെ ആ സൈഡ് ഇങ്ങനെ പിടിച്ച് കറക്കുമ്പോൾ എന്താവും, ഇതിങ്ങനെ കറങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ധാന്യം എന്ത് ചെയ്യും, ഇതാവും. എൻ്റെ കൈമൊക്കെ പൊടിയിട്ടാ, അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് മദീനത്തു മദ്ബിസ തമ്ര. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണ തന്നെ കേട്ടോ, അതുകൊണ്ട് ഈ സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് തോന്നുന്നത് പിന്നെ ഈ ഈത്തപ്പഴത്തിൻ്റെ ഇതൊക്കെ സൂക്ഷിക്കുന്ന ഒരു സാധനമായിരിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ?
ഇനി ഇവിടെ അങ്ങനെ സാധനങ്ങൾ വരാനുണ്ട്. അപ്പോൾ ഇത്രയും സംഗതികളാണ് ഇതിൽ ഈ ഒരു മ്യൂസിയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മദ്ബസ, തമ്ര, ബൈത്തുർ റുഹ, അൽ യൻസ് മക്കാൻ വൽ ഹബ്, വഅയ്ലൻ ഖൈമത്തു ദഅൻ വകരീൻ വഷജറ. എപ്പോഴും ഷജറക്ക് എന്ത് വേണം? നല്ല ഉസാറായിട്ടുള്ള പരിപാടികൾ വേണം. ഷജറക്ക് എപ്പോഴും നല്ല വേര് വേണം, അല്ലെങ്കിൽ മറിഞ്ഞു വീഴും. ഏത് മരമായാലും അങ്ങനെ തന്നെയാണ്. ദുഃഖാൻ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും? മൻ ലൈസ ലഹു മാദിൻ ലൈസ ലഹു ഹാദിർ വല മുസ്തഖ്ബിൽ. അതായത് ഇന്നലെ ഇല്ലാത്തവന് ഇന്നും ഇല്ല നാളെയും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഹിസ്റ്ററി ഓൾവേസ് എന്നുള്ള സാധനം, അങ്ങനെ ഒരു സാധനമാണ് അവർ ചിന്തിച്ചിട്ടുണ്ടാവുക. നമ്മളങ്ങനെ ചിന്തിക്കുക, അല്ല എന്താ. അൽ ഇഷ എന്നാണ് ഇത്. നല്ലൊരു അടിപൊളി ഹൗസ്. പക്ഷെ ഉള്ളിൽ കയറാൻ ഇവിടെ അറബികളുണ്ട്, അതുകൊണ്ട് കയറുന്നില്ല. വെറുതെ വാങ്ങണ്ടല്ലോ. അബു അമ്മാർ മ്യൂസിയം, മത്ഹഫ് അബു അമ്മാർ മ്യൂസിയത്തിലാണുള്ളത്. हाँ ठीक हो. इसका नाम क्या है? इसको देखो, ये बड़ा था ना. हाँ छोटा है. अच्छा सफारी का ये फोटो का वीडियो वीडियो. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ഷെയർ ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ. താങ്ക് യു.